ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാകുമോ? ഉണ്ടാകും. എപ്പോൾ ഉണ്ടാകും? അത് പറയാൻ പറ്റില്ല. അത് ചിലപ്പം 1 മാസമോ 3 മാസമോ 6 മാസമോ 1 വർഷമോ ഒക്കെ എടുക്കാം. പക്ഷെ ഉണ്ടാകും. യുദ്ധം ഉണ്ടായാൽ ആര് ജയിക്കും? ആരും ജയിക്കില്ല. അതെന്താ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിലെ ജയവും തോൽവിയും നിശ്ചയിക്കപ്പെടുന്നത് ആര് എത്രത്തോളം ഏരിയ കൈയടക്കി. ഒരു കരയുദ്ധം വഴി അത് സാധ്യമാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിനെ 2, 3, 4 ആയിട്ട് പിളർന്ന് പലതാക്കി മാറ്റുക. ഇങ്ങനെയൊക്കെയാണ് ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. ഇവിടെ ഒരു കരയുദ്ധത്തിന് സാധ്യതയില്ലാത്തത് കൊണ്ട് ജയപരാജയങ്ങൾ ഉണ്ടാകുന്നതല്ല. പക്ഷേ ഒറ്റ ചോദ്യമേ ചോദിക്കാൻ പറ്റുള്ളൂ: ആർക്ക് കൂടുതൽ നാശമുണ്ടാകും? ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേറെയും അറിഞ്ഞിരിക്കണം. ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രഘുനാഥ് ചൈതന്യ. ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററാണ്. നിങ്ങളുടെ മുമ്പിൽ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് ഒരു അനാലിസിസ് ആണ് തരാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും എന്ത് സംഭവിക്കും, ഇതിൻ്റെ പരിണാമം എന്തായിരിക്കുമെന്ന്. ഒന്നാമത്തെ കാര്യം നമ്മൾ പരിഗണിക്കേണ്ടത്, ഇറാൻ അടുത്ത കാലത്തൊന്നും ഒരു യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ഇറാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ പ്രോക്സി വാറാണ്. ഇറാന് ശത്രുക്കൾ ഒരുപാടുണ്ട്. ഇസ്രായേലുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, ഒമാൻ ഉണ്ട്. അങ്ങനെ പലരുമായിട്ടും പ്രശ്നമാണ്. അപ്പോൾ ഇവരെന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇറാൻ്റെ ചുറ്റുമുള്ള പല പോക്കറ്റുകളിലും കുറേ തീവ്രവാദ സംഘടനകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നൊക്കെ പറയുന്ന എല്ലാം ഇങ്ങനെയുള്ള കാറ്റഗറിയാണ്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇസ്രായേൽ ഇവരും ഒക്കെ ആയിട്ട് പ്രശ്നത്തിലാണ്. ഹൂത്തികളെയാണ് ഉപയോഗിക്കുന്നത് സൗദിയിലേക്ക് മിസൈൽ വിടാനായിട്ട്. അപ്പം ഹൂത്തികൾ സൗദിയിലേക്ക് മിസൈൽ വിടുമ്പോൾ സൗദി 2 മിസൈൽ അങ്ങോട്ട് വിടും. അതുപോലെ ഹമാസ് ഇസ്രായേലിലേക്ക് മിസൈൽ വിടും. അപ്പം ഇസ്രായേൽ തിരിച്ചങ്ങോട്ട് മിസൈൽ വിടും. ഹിസ്ബുള്ള ഇങ്ങോട്ട് വിടും. അപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് അങ്ങോട്ട് ലെബനനിലേക്ക് വിടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ ശത്രുക്കളെല്ലാം ഈ പ്രോക്സി വാർ വഴി വീക്കൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അവർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. അവർക്ക് നേരെ ആരും ആക്രമണവും അഴിച്ചുവിടുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് കളി മാറിയത്. കാരണം ഇസ്രായേൽ ഈ ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെ എല്ലാം നേതാക്കന്മാരെല്ലാം ഒളിച്ചിരിക്കുന്നത്, ഏറ്റവും വലിയ നേതാക്കന്മാരെല്ലാം അവിടെ ഒളിച്ചു വയ്ക്കുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇറാനാണ്. ഇസ്രായേൽ ഓരോരുത്തരായിട്ട് അവിടെ പോയി തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇറാന് മുഖം രക്ഷിച്ചേ പറ്റുള്ളൂ. പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ പകരം ചോദിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം മുഖം രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഇതിൻ്റെ ഇടയിൽ കൂടി 200 മിസൈൽ ഇസ്രായേലിലേക്ക് വിട്ട് കഴിഞ്ഞ ഉടനെ പറഞ്ഞു ലേലു വല്ലു, ഇനി ഞങ്ങൾ ഒന്നിനുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പകരം വീട്ടണമെന്ന് ഞങ്ങൾ പകരം വീട്ടി, ഇനി ഞങ്ങൾ ഒന്നിനുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. അതുകൊണ്ടൊരു ഭീഷണിയും കൂടെ, ഇത് വെറും ട്രെയിലറായിരുന്നു, ഇനി ഈ വരാൻ പോകുന്നത് ഇതിലും വലുതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇറാനെ നമ്മൾ അത്ര നിസ്സാരവൽക്കരിച്ച് കാണുമൊന്നും വേണ്ട. അതേ സമയത്ത് ഇസ്രായേലിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ഒറ്റക്കെട്ടാണ്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. അവർ പറയുന്നത്, പ്രതിപക്ഷ നേതാക്കളും മുൻ പ്രധാനമന്ത്രിമാർ പോലും പറയുന്നത്, ഇതാണ് ഒരവസരം, ഇനി ഒരവസരം ഇങ്ങനെ കിട്ടില്ല, ലോകരാജ്യങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യില്ല. കാരണം 200 മിസൈലാണ് അവൻ ഇങ്ങോട്ട് വിട്ടത്. ഈ സമയത്ത് അവനെ തകർക്കണം, വേണ്ടി വന്നാൽ ആണവ ആയുധങ്ങൾ പോലും ഉപയോഗിച്ച് അവനെ ഇല്ലാതെയാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ആണവ നിലയങ്ങൾ മുഴുവൻ നശിപ്പിക്കണം, അവരുടെ ഓയിൽ വെൽസ് മുഴുവൻ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ പുറത്ത് പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മറ്റുള്ള ഒരുപാട് രാജ്യങ്ങൾ, നാറ്റോ സഖ്യങ്ങൾ, അമേരിക്ക ആയാലും ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഇവരെല്ലാവരും ഓൾറെഡി പടനീക്കം നടത്തി കഴിഞ്ഞു ഇറാൻ്റെ അടുത്തേക്ക്. അവിടെയാണ് നമ്മൾ വളരെ ഡീപ്പായിട്ട് ഒരു ടെക്നിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ശക്തി എന്ന് പറയുന്നത് അതിഭയങ്കരമായ ക്വാളിറ്റേറ്റീവ് എഡ്ജാണ്. അവരുടെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഉണ്ട്. ഏറ്റവും പുതിയ ഏറ്റവും ആധുനികമായ ടെക്നോളജി അവരുടെ കയ്യിലുണ്ട്. ഇതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശക്തി. അതുകൂടാതെ അവരുടെ ട്രെയിനിങ്, ലോകത്തിലെ ഏറ്റവും ശക്തമായ ട്രെയിനിങ്ങുകളിൽ ഒന്ന് ഇസ്രായേലിൻ്റെയാണ്. അതുകൂടാതെ തന്നെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് അതൊരു യുദ്ധത്തിൽ വളരെ തന്ത്രപ്രധാനമാണ്. അതേസമയത്ത് ഇറാൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ആയുധ ബലമാണ്, എണ്ണം കൊണ്ടുള്ള ബലമാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ അവിടെ പൊളിറ്റിക്കൽ ഇടപെടലുകളും എല്ലാം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസങ്ങളും ധാരാളമായിട്ടുണ്ടാകും. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് പരിഗണിക്കാതെ പോകാൻ പറ്റില്ല. ഇസ്രായേൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇസ്രായേലുകളും ഒറ്റക്കെട്ടാണ് ഇറാനെതിരെയുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇറാനിൽ അവിടെ അതിഭയങ്കരമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇസ്രായേലിനോട് അവർ ആവശ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരെയുണ്ട്. ഞങ്ങളെ ഒന്ന് ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരസ്യമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരെയുണ്ട്. എന്ന് തന്നെയല്ല, ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ഓപ്പറേഷൻസിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ നെറ്റ്വർക്ക് വളരെ സജീവമാണ്. എത്രത്തോളം സജീവമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷൻസ് കഴിഞ്ഞപ്പോൾ ലണ്ടനിലെ ഇസ്രായേൽ എംബസിക്ക് മുമ്പിൽ ഇറാനി പൗരന്മാർ അതിഭയങ്കരമായ ആഹ്ലാദ പ്രകടനം നടത്തുകയും ഇസ്രായേലിന് നന്ദി പറയുകയും അവിടെ മധുര വിതരണം ചെയ്യുകയും 1-2 പേര് ഇസ്രായേലി പതാക അടക്കം പിടിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ അവിടെ നടന്നു. അതൊന്ന്.
2, ഓരോ മനുഷ്യരും എത്ര രഹസ്യ താവളത്തിൽ ഒളിച്ചാലും ഇവൻ എവിടെയുണ്ട്, അല്ലെങ്കിൽ മറ്റവൻ അവിടെയുണ്ട്, അവൻ പരപ്പുറത്തുണ്ട്, അവൻ ഭൂമിക്കടിയിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ, ഇസ്രായേലിന് പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ട് ഇറാനിൽ ധാരാളം ആളുകളുണ്ട്. ഇറാൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ തലപ്പത്ത് മൊസാദുകാരനായിരുന്നു എന്നൊരു വിവരം ഈയിടെ പുറത്ത് വന്നിരുന്നല്ലോ. അവിടുത്തെ മിലിറ്ററിയിലാണെങ്കിൽ ഏറ്റവും ചെറിയ റാങ്ക് മുതൽ ഏറ്റവും വലിയ റാങ്ക് ജനറൽ ലെവൽ വരെ ഉള്ളിടത്തും മൊസാദിൻ്റെ ചാരന്മാർ ധാരാളമുണ്ട്. അപ്പോൾ ഇറാൻ്റെ ഓരോ നീക്കവും അതാത് സമയത്ത് ഇസ്രായേലിന് ചോർത്തി കൊടുക്കാൻ ആളുണ്ട്. ഇതും ഒരു വസ്തുതയാണ്. ഇനി നമുക്ക് ഇവരുടെ മിലിറ്ററി കേപ്പബിലിറ്റീസ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മിലിറ്ററി കേപ്പബിലിറ്റീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മിലിറ്ററി ബഡ്ജറ്റ്. ഇസ്രായേലിൻ്റെ മിലിറ്ററി ബഡ്ജറ്റ് 23.41 ബില്യൺ US$, പക്ഷേ ഇറാൻ്റെത് വെറും 6.85 ബില്യൺ US$ മാത്രമാണ്. ഇത് വലിയൊരു വ്യത്യാസമാണ്. ഇസ്രായേൽ മിലിറ്ററിയിലെ ആക്റ്റീവ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സജീവമായിട്ട് യുദ്ധരംഗത്തുള്ള ആളുകളെന്ന് പറയുന്നത് 1,69,500 ആണെങ്കിൽ ഇറാൻ്റെത് അത് 5,87,000 പേരുണ്ട്. അതാണ് സൈനിക ശക്തിയിൽ ഇറാൻ വളരെ വളരെ മുന്നിലാണ്. ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഫോഴ്സസ് എന്ന് പറയുന്നത് 1,26,000 പേരും ഇറാൻ്റെ ഗ്രൗണ്ട് ഫോഴ്സസ് 1,50,000 പേരുമാണ്. ഇസ്രായേലിൻ്റെ എയർഫോഴ്സിൽ 34,000 പേരുണ്ടെങ്കിൽ ഇറാൻ്റെ എയർഫോഴ്സിൽ 37,000 പേരും നേവിയിൽ 9,500 ഇസ്രായേലിനും അതുപോലെ ഇറാനിൽ വരുമ്പോൾ നമ്മൾ 18,000 പേര് നേവിയിലും ഉണ്ട്. അപ്പോൾ ഏകദേശം ഇരട്ടിയുണ്ട്. ഇനി നമ്മൾ മറ്റൊരു അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർമിയുടെ ശക്തി നോക്കുകയാണെങ്കിൽ ആർമി ഇവിടെ പ്രസക്തമല്ല. കാരണം ഒരു കരയുദ്ധത്തിനുള്ള സാധ്യതയില്ല. ഇറാനെ കരവഴി ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറാഖ് പോലും 8 വർഷം കഷ്ടപ്പെട്ടിട്ട് നടക്കാത്ത കാര്യമാണ്. ഇറാൻ്റെ ചുറ്റും ഇറാനെ നാച്ചുറലി പ്രൊട്ടക്ട് ചെയ്യുന്ന കുറച്ച് വലിയ മലനിരകളുണ്ട്. ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ഇറാനെ കീഴടക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നിരുന്നാലും ഇസ്രായേലിൻ്റെ കയ്യിൽ 2,200 ബാറ്റിൽ ടാങ്ക്സ് ഉള്ളപ്പോൾ ഇറാൻ്റെ കയ്യിൽ 4,070 ബാറ്റിൽ ടാങ്ക്സ് ഉണ്ട്. അതുപോലെ ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത് വെറും 7,000 ആർമേഡ് വെഹിക്കിൾസ് ആണെങ്കിൽ ഇറാൻ്റെ കയ്യിൽ 8,500 ആർമേഡ് വെഹിക്കിൾസും ഉണ്ട്. പക്ഷേ ഇവിടെ വലിയ പ്രസക്തിയില്ല, കരയുദ്ധത്തിന് പ്രസക്തിയില്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു പരിധിവരെ നേവി, മെയിനായിട്ട് എയർഫോഴ്സും ഏരിയൽ അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള ശക്തി ആർക്കാണ് കൂടുതലെന്നുള്ളതാണ്. നേവിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിൽ വെസൽസായിട്ട് ഇസ്രായേലിന് 67 ബാറ്റിൽ വെസൽസ് ഉണ്ട്. അതിൽ 5 സബ്മറൈൻസും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറാനിന് ഏതാണ്ട് 101-ലധികം ബാറ്റിൽ വെസൽസ് ഉണ്ട്. അതിൽ 19 സബ്മറൈൻസ് ഉണ്ട്. ഏതാണ്ട് 4 ഇരട്ടി സബ്മറൈൻസ് ഉണ്ട്. ഇവിടെയും വലിയ പ്രാധാന്യമില്ല എന്ന് പറയാൻ കാരണം ഇസ്രായേലിന് ചെറിയൊരു കടൽ മേഖലയേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ പോയിട്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇറാനിന് വളരെ വലിയൊരു കടൽ മേഖലയുണ്ട്. അവിടെ ഇറാൻ നേരിടാൻ പോകുന്നത് ഈ പറഞ്ഞ നാറ്റോ സഖ്യകക്ഷികളെയാണ് എന്നും കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ 101 ഇനി കമ്പാറ്റ് എയർക്രാഫ്റ്റ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ആകാശ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഇസ്രായേലിൻ്റെ കയ്യിൽ 339 മുതൽ 400 വരെ യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. അതേസമയത്ത് ഇറാൻ്റെ കയ്യിൽ ഏതാണ്ട് 300 മുതൽ 350 വരെ യുദ്ധവിമാനങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് എന്തൊക്കെ വിമാനങ്ങളാണ് എന്നുള്ളതും നമ്മൾ വളരെയധികം പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ പക്ഷത്തുള്ളത് F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന വിമാനങ്ങൾ ഒരു 75 ഉണ്ട്. അത് ലോകത്തിലെ ഏറ്റവും ആധുനികമായ 5th ജനറേഷൻ ഫൈറ്ററാണ്. അമേരിക്കയുടെ ലേറ്റസ്റ്റ് വിമാനങ്ങളാണ്. ഇതൊരു 75 ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അത് റഡാറിൻ്റെ പോലും കണ്ണ് വെട്ടിച്ച് അകത്ത് കയറി ആക്രമണം നടത്തി തിരിച്ചു വരാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതുപോലെ F-15 ഈഗിൾ എന്ന് പറയുന്നത് അത് ലോങ് റേഞ്ച് മിഷൻസിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ലോങ് റേഞ്ച് മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. റീഫെയിലിംഗ് ഇല്ലാതെ പോലും നേരിട്ട് ഇറാനിൽ പോയി ആക്രമിച്ച് തിരിച്ചു വരാൻ F-15 ഈഗിളിന് സാധ്യതയുണ്ട്. ഇതൊരു 60-ൻ്റെ മേലെയുണ്ട്, 60 മുതൽ 70 വരെയുണ്ട്. പിന്നെ ഉള്ളത് F-16, നമ്മളെല്ലാം ഒരുപാട് കേട്ടിട്ടുള്ള വിമാനമാണ്. F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ, അതൊരു 175 മുതൽ 200 വിമാനങ്ങൾ വരെ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അതേ സമയത്ത് ഇറാൻ്റെ കയ്യിലുള്ളത് F-14 എന്ന് പറയുന്ന ടോം കാറ്റ്, പണ്ട് അമേരിക്ക കൊടുത്തിട്ടുള്ള F-14 ടോം കാറ്റ്, അത് പഴയ വിമാനങ്ങളാണ്, അത് ലിമിറ്റഡ് നമ്പറിലേ ഉള്ളൂ. പിന്നെ ഉള്ളത് MiG-29, റഷ്യയുടെ MiG-29, അതും വളരെ ലിമിറ്റഡ് നമ്പറിലേ ഉള്ളൂ. പിന്നെ ഉള്ളത് പഴയ സുഖോയ് 24 എന്ന് പറയുന്ന വിമാനങ്ങൾ, ഇതും വളരെ കുറവാണ്. അപ്പം വിമാനങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇസ്രായേൽ ഒരുപാട് സുപ്പീരിയർ ആണ്. ഇതൊരു വശം. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്, ബാലിസ്റ്റിക് മിസൈൽസ്. പലതരം മിസൈലുകളുണ്ട്. അതിനകത്ത് ക്രൂസ് മിസൈലുണ്ട്, ബാലിസ്റ്റിക് മിസൈലുണ്ട്, പലതരം മിസൈലുണ്ട്. ഇവിടെ നമ്മൾ ബാലിസ്റ്റിക് മിസൈലിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഏതാണ്ട് 90 മുതൽ 100 വരെ ബാലിസ്റ്റിക് മിസൈൽസേ ഉള്ളൂ. പക്ഷേ ഇറാൻ്റെ കയ്യിലുള്ളത് ഒരു 3000-ലധികം ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അതിലാണ് ഒരു 200 ഇപ്പോൾ കത്തിച്ചു വിട്ടത്. അപ്പോൾ അതിൽ ഹൈപ്പർസോണിക് മിസൈലുകളും ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ അവിടെ ഇസ്രായേലിൻ്റെ ബാലിസ്റ്റിക് മിസൈൽസിൻ്റെ എണ്ണം കുറവാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ സഖ്യകക്ഷികളുടെ പ്രസൻസ് ഇസ്രായേലിനെ ഒരുപാട് സഹായിക്കും. എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ കയ്യിൽ ഏറ്റവും അതിശ്രേഷ്ഠമായ നൂതനമായ മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈയിടെയും കണ്ടതാണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അതിലേറ്റവും വിഖ്യാതമായിട്ടുള്ളത് അയൺ ഡോമാണ്. അയൺ ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് റോക്കറ്റിനും ആർട്ടിലറി ഷെൽസിനും എതിരെ ഉപയോഗിക്കുന്നതാണ്.
അപ്പം ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ആക്രമണങ്ങൾ ഷോർട്ട് റേഞ്ച് റോക്കറ്റ്സും ആർട്ടിലറി ഷെൽസും ആയതുകൊണ്ട് അയൺ ഡോമാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കൂടാതെ ഇസ്രായേലിൻ്റെ ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്ന ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഇത് മീഡിയം ടു ലോങ് റേഞ്ച് മിസൈൽസിനെ പ്രതിരോധിക്കാനുള്ളതാണ്. അതും പോരാഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ ആരോ 2 മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, ആരോ 3 മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഇത് രണ്ടും ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസിനെ പ്രതിരോധിക്കാനുള്ളതാണ്. അപ്പം ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം വരുന്ന സമയത്ത് ഈ ആരോ 2ഉം ആരോ 3ഉം ആയിരിക്കും കൂടുതലും ഉപയോഗത്തിൽ വരിക. അപ്പോൾ ഇതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയൊരു കമ്പാരിസൺ നടത്താം. ഈ ആയുധങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ടെക്നോളജിക്കൽ എഡ്ജ് ഇസ്രായേലിന് അതിഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ന്യൂമറിക്കൽ സ്ട്രെങ്ത്, അതായത് എണ്ണത്തിൽ ഇറാനാണ് ഒരുപാട് കൂടുതൽ. 3000 ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറയുന്നത് അതിഭയങ്കരമായ ഒരു ശക്തിയാണ്. അതുപോലെ ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് അതും ആവശ്യമുണ്ടല്ലോ, അത് ഇസ്രായേലിനാണ് കൂടുതൽ. ഇനി നമുക്കതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ വിഷയത്തിലേക്ക് പോകാം. ഇസ്രായേലിൻ്റെ അലയൻസ് അവരെ സഹായിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ട് കൂടെ നിൽക്കുന്ന, അതായത് ഇറാനെ തകർക്കാൻ തന്നെ തീരുമാനിച്ച് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നത് അമേരിക്കയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, പിന്നെ മറ്റുള്ള NATO രാജ്യങ്ങൾ, അതായത് UK വരും, ജർമ്മനി വരും, ഇറ്റലി വരും. ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ കണ്ടാണ്. ഇറാഖ് വാറിൽ 28 NATO രാജ്യങ്ങളാണ് ഒന്നിച്ച് ഇറാഖിനെ ആക്രമിച്ചത്. ഇപ്പോഴും അതുപോലുള്ളൊരു ശക്തി അവിടെ കൂടി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസും അമേരിക്കയും എല്ലാം ഓൾറെഡി അവർ ഇറാൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി മറ്റുള്ളവരും ജോയിൻ ചെയ്യും. അപ്പോൾ ഒരു മറുചോദ്യം വരുന്നത് റഷ്യയും ചൈനയും എന്ത് ചെയ്യുമെന്ന്. ഇനി റഷ്യ ഇറാനെ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണ്. കാരണം റഷ്യ ഓൾറെഡി യുക്രൈനുമായിട്ട് യുദ്ധത്തിൽ പെട്ട് കിടക്കുകയാണ്, അനങ്ങാൻ വയ്യ. യുക്രൈനും അസലായിട്ട് തിരിച്ചടിക്കുന്നുണ്ട്. NATO ശക്തികൾ യുക്രൈനെ അതുപോലെ സഹായിക്കുന്നുമുണ്ട്. അതുകൊണ്ട് റഷ്യക്ക് മറ്റൊരു പോർമുഖത്തേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത് ഇത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് NATO ശക്തികൾ മുഴുവനുമാണ്, ഒറ്റക്കെട്ടായിട്ടാണ്. പിന്നെ വരാൻ പോകുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന ഇടപെട്ടാൽ ക്വാഡ് സഖ്യം ഇടപെടും. ക്വാഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓസ്ട്രേലിയയുണ്ട്, ജപ്പാനുണ്ട്, അമേരിക്കയുണ്ട്, ഇന്ത്യയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ മാറി നിന്നാലും ഓസ്ട്രേലിയയും ജപ്പാനും അമേരിക്കയും എന്തായാലും അവിടെയുണ്ട്. അവരെ കൂടെ ചൈനയ്ക്ക് നേരിടേണ്ടി വരും. എന്ന് മാത്രമല്ല, ചൈനയ്ക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളുണ്ട്. തായ്വാനുണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ശത്രുക്കൾ ചുറ്റും കിടപ്പുണ്ട്. ഒരു പക്ഷേ അവരുടെ അതിർത്തിയും കൂടെ ചൈനയ്ക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ഒരു മൾട്ടി ഫേസ്ഡ് ഒരു വാറിലേക്ക് പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. അതുകൊണ്ട് ചൈന ഇടപെടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇറാനിന് ഒരുപാട് ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്തേക്കാം. അടുത്തടുത്ത് കിടക്കുന്ന രാജ്യമൊക്കെ അല്ലേ, അപ്പോൾ ഒരുപാട് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചൈന നേരിട്ട് ഇടപെടില്ല. ഇങ്ങനെ വരികയാണെങ്കിൽ ഇറാൻ ചാമ്പലായേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സഖ്യകക്ഷികൾ വർഷങ്ങളോളം ഇറാഖിനെ ആക്രമിച്ചു. ഇറാൻ അതിലും വലുതാണ്, അതിലും ശക്തമാണ്. ജോലി അത്ര എളുപ്പമാവില്ല, പക്ഷേ പരമാവധി നഷ്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതായിരിക്കും അതിൻ്റെ ഒരു പരിണിത ഫലം. ഇതിന് ഏതെങ്കിലും കാരണവശാൽ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോയാലും അതിശയപ്പെടേണ്ടതില്ല. അപ്പം വരുന്ന ദിവസങ്ങൾ അത്ര നല്ലതല്ല എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.